ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മുന്നിലുള്ളത് താർ റോക്സ്, ഏറ്റവും പുതിയ താർ റോക്സ് എന്ന് പറയുന്ന വാഹനമാണ്. അതിന്റെ ബേസ് വേരിയന്റ് ആയ MX3 എന്ന് പറയുന്ന വേരിയന്റ് വണ്ടിയാണ് നമ്മളെ മുന്നിലുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഔട്ടർ ലുക്കിലും ഇന്നർ ലുക്കിലൊക്കെ ഉള്ള മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വാഹനത്തിനെ ഒരു ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുന്ന ടൈം ഇതൊരു ഫുൾ ഓപ്ഷൻ ആണോ ബേസ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഈ ഒരു അതായത് MX3 എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അതായത് ഫോഗ് ലാമ്പ് അവൈലബിൾ അല്ല, അതിന്റെ ഒരു പോർഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. ആ ഒരു ബമ്പറും അതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ സെയിം ആണ്. പിന്നെയുള്ള പ്രധാന മാറ്റം വരുന്നത് ഇതിന്റെ ഹെഡ് ലാമ്പിലാണ്. അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. ഇതിൽ നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഈ ഒരു വേരിയന്റിൽ ഉണ്ടാവില്ല, അതൊരു പൊസിഷൻ ലാമ്പായിട്ടാണ് അവിടെ ഉണ്ടാവുക. പക്ഷെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് വരുന്നത്. അത് നമുക്കൊരു ബൈ ഫങ്ഷണൽ ആയിട്ടാണ്, അതായത് ഡിമ്മും ബ്രൈറ്റും അതിൽ തന്നെ ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മുതൽ LED തന്നെയാണ് ലാമ്പ് വരുന്നത്. പിന്നെ അതിന്റെ ഒരു സ്റ്റൈലിംഗ് ഇമ്പോസിംഗ് ആയിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. അതിൽ മഹീന്ദ്ര എന്നുള്ള ആ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബോണറ്റൊക്കെ നല്ല സ്കൂപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിലാണ് വരുന്നത്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഭാഗം കാണാം. ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു ഇത് വരുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള എല്ലാ വേരിയൻസിലും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചേഞ്ചസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വാഹനത്തിന്റെ റിയർ സെക്ഷനിലേക്ക് പോകാം. റിയർ സെക്ഷനിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ഈ ഒരു സ്പെയർ വീലിന് ഒരു കവറിങ് നൽകിയിട്ടുണ്ട്. ഒരു ഡുവൽ ടോൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ താർ റോക്സ് എന്നുള്ള ഒരു നെയിമിംഗ് ഉണ്ട്. അതിന്റെ താഴെ ക്യാമറന്റെ ഒരു സെക്ഷൻ കാണാം. അതായത് ഈ ഒരു വേരിയന്റിൽ നമുക്ക് ക്യാമറ ഈ ഒരു വേരിയന്റ് മുതൽ അവൈലബിൾ ആണ്. അത് ഇന്ത്യയിൽ പോകുന്ന ടൈമിന് ഞാനത് ഓൺ ചെയ്ത് കാണിക്കാം. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വരുന്ന ടൈമിന് ഒരു സിഗ്നേച്ചർ ടെയിൽ ലാമ്പാണ്. അതിലൊരു C ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ്. ഈ ഒരു ഭാഗം നമുക്ക് LED-യും പിന്നെ ഇൻഡിക്കേറ്ററിന്റെ ഭാഗം LED ആയിരിക്കും. പാർക്കിങ്ങും അതായത് റിവേഴ്സ് പാർക്കിങ്ങിലേക്ക് വരുന്ന ടൈമിന് ആ ഒരു ബൾബും ബ്രേക്ക് ലാമ്പൊക്കെ നമുക്ക് ഹാലജൻ അതായത് ബൾബിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഫ്രണ്ടിലുള്ള അതേ കോമ്പിനേഷൻ കളർ തന്നെയാണ് റിയർ ബമ്പറിലും നൽകിയിട്ടുള്ളത്. ഡോറിന്റെ ഓപ്പണിംഗ് ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഒരു വൈപ്പറിന്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു വേരിയന്റ് മുതലാണ് വൈപ്പർ റിയർ വൈപ്പർ വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും ആ ഒരു ഭാഗം ഉണ്ടാവുക. ഇനി ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിന് ബൂട്ട് സ്പേസ്, അതായത് ഈ ഒരു വേരിയന്റ് അതായത് എല്ലാ വേരിയന്റിലും നമുക്ക് 447 ലിറ്റർ തന്നെയാണ് ബൂട്ട് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ചാർജിങ്ങിന്റെ ആ ഒരു പിന്ന് കാണാം. 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റ് ചെയ്ത് മടക്കാനാവുന്ന സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വേരിയന്റിൽ നമുക്ക് സ്റ്റീൽ വീലാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. സ്റ്റീൽ വീൽ എന്ന് പറയുമ്പോൾ ഇത് ഹൈവേ ടെറൈൻ ടയേഴ്സ് ആണ്. 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾക്കാണ് നമുക്ക് ഓൾ ടെറൈൻ ടയേഴ്സ് ലഭിക്കുക. 255/65 618 ഇഞ്ചിന്റെ സ്റ്റീൽ വീലാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നല്ല മനോഹരമായ ഫിനിഷിംഗ് ലുക്കിലാണ് ഇതിന്റെ ഒരു ഹബ്ബ് ഗ്യാപ്പ് ഒക്കെ ഇട്ടത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ടോപ്പ് വേരിയന്റിലേക്ക് വരുന്ന ടൈമിന് ഫ്രണ്ടിലും റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. പിന്നെ എല്ലാ വേരിയൻസിനും നമുക്ക് 4 സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ ഇവിടെ വരുമ്പോൾ ഡോറിന്റെ ഈ ഒരു ഹാൻഡിലൊക്കെ ബോഡി കളറാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ റിയർ വ്യൂ മിറർ നമ്മൾ ഓട്ടോ ഫോൾഡ് അല്ല മാനുവലി ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. മറ്റുള്ള ഡിസൈൻ എലിമെന്റ്സ് ഒക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിലും ഇതിലും സെയിം ആയിട്ടാണ്. ഇതിൽ നമുക്ക് അലോയ് വീൽ ഇട്ട് കഴിഞ്ഞാൽ ഏത് വേരിയൻസ് ആണ് സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ ഒക്കെ നൽകിയിട്ടുള്ളത്. പറയാനുള്ളത് നമ്മളെ റേഡിയോയുടെ ഈ ഒരു ആന്റിന വരുന്നുണ്ട്. അതുമാത്രമാണ് ഈ ഒരു സൈഡിൽ നമുക്ക് എക്സ്ട്രാ പറയാനായിട്ട് ഉള്ളത്. ഇന്റീരിയറിലേക്ക് പോകുന്ന ടൈമിന് ശരിക്കും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ സീറ്റിനെ കുറിച്ചാണ്. ഫുൾ ഓപ്ഷനിലൊക്കെ അല്ല, അതായത് ഇതിന്റെ മേലെ വരുന്ന MX5 എന്ന് പറയുന്ന വേരിയന്റ് മുതൽ ലെതർ സീറ്റ് ആണെങ്കിൽ ഇതിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ബ്ലാക്ക് കളറിലുള്ള ഫാബ്രിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുള്ള സീറ്റും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പല ഭാഗത്തും നമുക്ക് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. നമ്മള് ലെഗ് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് വരുന്നതുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഇന്റീരിയർ ആയതുകൊണ്ട് ചളിയാവും എന്നുള്ളൊരു കാര്യം. പക്ഷെ നമുക്ക് കാല് തട്ടുന്ന ആ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ചളിയാവാനുള്ള ഒരു സാഹചര്യം നമുക്ക് വളരെ കുറയും. പിന്നെ ഡുവൽ ടോൺ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആണ്, ഒരു ബീജ് കളർ അല്ലെ വൈറ്റ് കളർ എന്ന് പറയാം. ഇവിടെ ഒരു നമുക്ക് ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ ഈ ഒരു ടെക്സ്ചറിലാണ് നൽകിയിട്ടുള്ളത്.
നമുക്ക് 10.25 ആ ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ബേസ് മുതൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതൊരു 2 വീൽ ഡ്രൈവ് ഡീസൽ മാനുവൽ വാഹനമാണ്. 6 സ്പീഡാണ്. ഇയർ ബോക്സ്, ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ ആണ്. ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗമാണ്. പിന്നെ ഇത് അതായത് ഹാൻഡ് റെസ്റ്റ് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് വൈറ്റ് ആണ് ഇതിന്റെ മേലെയൊക്കെ വരുന്നത്. ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇത് സ്ലൈഡിംഗ് ആണ് ഇതിന്റെ മുകളിൽ വരുന്ന വാഹനത്തെങ്കിൽ ഇത് സ്ലൈഡിംഗ് വരുന്നില്ല. ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതിന്റെ ഒരു ബാഡ്ജിങ്ങിന്റെ ഭാഗം വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ്, പലരും പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണെന്ന്. പക്ഷേ ടോപ്പ് വേരിയന്റിൽ വരുമ്പോൾ ഗ്ലൗ ബോക്സ്, വലിയ ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിന്റെ ഇൻസൈഡിൽ കയറി നോക്കാം. അതിന് മുൻപ് പറയാനുള്ളത്, എല്ലാ ബേസ് വേരിയന്റ് വാഹനങ്ങളിൽ പോലും നമുക്ക് ഇതിന്റെ പുഷ് ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ബേസ് മുതൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഈ 2 മികച്ച കാര്യങ്ങളാണ്. നോർമലി എല്ലാ വാഹനങ്ങൾക്കും ആ ഒരു രീതിയിലല്ല നൽകിയിട്ട് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേ, അതായത് ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന ടൈമിന് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ബേസ് മുതൽ എല്ലാ വാഹനങ്ങൾക്കും ഇലക്ട്രിക് സ്റ്റിയറിംഗ് തന്നെ നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല മികച്ചൊരു കാര്യമാണ്. സ്റ്റിയറിംഗിന്റെ ഡയറക്ഷൻ, അതായത് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഡയറക്ഷൻ വെച്ചാൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര ഡിഗ്രിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഡോർ ഓപ്പണിംഗ് ആണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വേരിയന്റിൽ വരുന്ന ടൈമിന് നമുക്കൊരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു RPM മീറ്റർ അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ രണ്ടും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വാഹനത്തിൽ ഡ്രൈവ് മോഡ് അവൈലബിൾ ആണ്. അതേപോലെ സിപ്പ് എന്ന് പറയുന്ന മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ സിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓഡിയോ കൺട്രോളിന്റെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ, ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടെ നമുക്ക് നമ്മളെ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. AC വെന്റിന്റെ കാര്യങ്ങളിലൊക്കെ അതിന് ചുറ്റുമൊക്കെ ഒരു ക്രോം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്കത് വിസിബിൾ ആണ്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഡ്രൈവറെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയാണ് നമുക്ക് ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ള, ഇൻലെറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടന്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ ട്രാക്ഷൻ ഓൺ ഓഫ് ആണ്. ഇവിടെ മൈക്രോ ഹൈബ്രിഡ് ഓൺ ഓഫ് ആണ്. ഇവിടെ ഹിൽ ഡിസെന്റ് ഓൺ ഓഫിന്റെ ബട്ടൺ ആണ്. ഇത് നമ്മളെ ലൈറ്റ് പൊസിഷനിങ്ങിന്റെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ടൈമിന് ഒരു മാനുവൽ സിസ്റ്റം ആണ് AC വരുന്നത്. മാനുവൽ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള അതിന്റെ നോബ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു ബ്ലോവറിന്റെ സ്പീഡ് ക്രമീകരിക്കാനും ഡീഫോഗർ, റിയർ, ഫ്രണ്ട്, അതായത് നമ്മളെ എയർ സർക്കുലേഷൻ ഇൻസൈഡ്, AC ഓൺ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എയർ ബാഗ് ഓൺ ഓഫ്, അതായത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രൈവറും കോ ഡ്രൈവറും അതിൽ കോ ഡ്രൈവറെ എയർ ബാഗ് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഫ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ ഓൺ ആയിരിക്കും. ഇനിയിപ്പോൾ ഹസാർഡ് ലാമ്പ്, ഡ്രൈ മോഡ്സിന്റെ കാര്യങ്ങളാണ്. ഡ്രൈ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ വരുമ്പോൾ കാണാം സൂം, സിപ്പ്, സ്നോ, മഡ്, സാൻഡ് എന്ന് പറയുന്ന മോഡ്സ് ആണ് വരുന്നത്. ഡ്രൈ മോഡും ടെറൈൻ മോഡ്സ് എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഡേ നൈറ്റ് IRVM ആണ്. ബെസൽലെസ് ആണ്. നമ്മൾ എപ്പോഴും ഇത് ഓൺ ചെയ്തിട്ട്, അതായത് ഓൺ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ അതാണ്, അതിന് പ്രത്യേകിച്ച് ഒരു ഓൺ ഓഫ് ബട്ടൺ സ്വിച്ച് ഒന്നും ഇല്ല. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു സൺഗ്ലാസിന്റെ ഒരു സൺഗ്ലാസ് ഒക്കെ വെക്കാനുള്ള ഒരു ഹോൾഡർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഒരു ഹാൻഡിലിന്റെ ബാർ ഉണ്ട്. അതായത് വാഹനത്തിലേക്ക് കയറുമ്പോൾ എവിടെ വേണമെങ്കിലും പിടിച്ചിറങ്ങാനുള്ള അത്രയും പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ സേഫ്റ്റി ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. സീറ്റ് ബെൽറ്റ് ഒക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അതിന്റെ പുൾ ഓവർ, അതിന്റെ ഫങ്ഷനാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ നല്ല മികച്ച തൈ സപ്പോർട്ടും ലെഗ് സപ്പോർട്ടും അതേപോലെ തന്നെ റിയർ സപ്പോർട്ട് ഒക്കെ വരുന്ന നല്ല രീതിയിലുള്ളൊരു സിസ്റ്റം ആണ് നൽകിയിട്ടുള്ളത്. സ്പീക്കർ സിസ്റ്റം ഒക്കെ ഡാഷ്ബോർഡിലാണ് ഈ ഒരു വേരിയന്റിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, കീ ഒക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു പോർഷൻ പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ബോൾട്ടിൽ ഹോൾഡറും ന്യൂസ് പേപ്പർ ഒക്കെ വാങ്ങുന്ന സ്പേസും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഈ ഒരു സ്ക്രീനിലേക്ക് വരുന്ന ടൈമിന് ഒരു 10.25 ഒരു ടച്ച് സ്ക്രീൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വയേർഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോണ്, മീഡിയ, സെറ്റിംഗ്സ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ആ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓഫ് റോഡിലൊക്കെ പോകുന്ന ടൈമിനൊക്കെ നമുക്ക് അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ഇവിടെ വിസിബിൾ ആവുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വണ്ടി എത്ര ഡിഗ്രി ചെരിഞ്ഞു, എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ പിച്ച് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പെട്ടെന്ന്, അതായത് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ പോയി സെറ്റിംഗ്സ് എടുത്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ ലവ് ഷേപ്പുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നോർമലി ഇത് കണ്ടോ, അത് കറണ്ട് സ്ക്രീൻ നമ്മൾ ഫേവറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു.
അതിന്റെ പ്രത്യേകത വെച്ചാൽ ഞാനിപ്പോ മറ്റൊരു പേജിൽ ഈ ഒരു പേജിൽ പോയി ജസ്റ്റ് ഈ ക്ലിക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ഫേവറേറ്റിലല്ല പോർഷനിലേക്ക് എത്താൻ പറ്റുന്നുള്ള ഇതിലൊരു ഫീച്ചറാണ്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനും അല്ലെങ്കിൽ മാനുവലിലും ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടെയൊക്കെ ഒരു കാർബൺ ഒരു ഇതിന്റെ ഒരു ഡിസൈൻ എലിമെന്റ് രീതിയിലാണ് ടെക്സ്ചറൊക്കെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫോൺ ചാർജിങ്ങിന്റെ ആ ഒരു ഭാഗമാണ് വരുന്നത്. ഇവിടെ 15 വാട്ടിന്റെ ഒരു ചാർജിങ് സി ടൈപ്പും ഇവിടെ USB ആണ്. ഇവിടെ വയർലെസ് ചാർജിങ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമുണ്ട്. വയർലെസ് ചാർജിങ് നമുക്ക് ഇതിലും വരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്രയാണ് നമുക്ക് ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം വെച്ചാൽ സ്റ്റിയറിംഗ് നമുക്ക് വേണമെങ്കിൽ ടിൽറ്റ് അഡ്ജസ്റ്റിങ്ങും കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. ഇതിന്റെ ഒരു ഡോർ ഹാൻഡിൽ മുകളിലാണ് വരുന്നത്. നമുക്ക് 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നൊരു ഡോറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്ര പ്രായമുള്ളവർക്കും നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. കയറുമ്പോൾ നമുക്ക് പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിലേക്ക് കയറാം. ഞാനിപ്പോ മുകളിൽ അതായത് മുൻപിൽ ഇട്ടിട്ട് ആ സീറ്റ് മുൻപോട്ടാക്കുകയോ അതായത് നേരത്തെ ഇരുന്ന പൊസിഷനിൽ മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് മുട്ടും തട്ടുന്നില്ല. നല്ല ഇന്നർ സ്പേസ് ഇട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 3 സ്റ്റേജിൽ വേണമെങ്കിൽ ഇതിന്റെ സീറ്റ് ഇൻക്ലൈനും റിക്ലൈനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സീറ്റിംഗ് അവസ്ഥ. ഐസോഫിക്സ് ആങ്കറേജ് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഭാഗമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ താഴത്ത് വരുമ്പോൾ ഫ്ലാറ്റ് സെൻട്രൽ ടണലൊന്നുമില്ല. ഫ്ലാറ്റ് ബോട്ടായതുകൊണ്ട് തന്നെ 3 പേർക്ക് അല്ലെങ്കിൽ നല്ല ഇരിക്കുന്നവർക്ക് നല്ല സൗകര്യത്തിൽ ഇരിക്കാൻ കഴിയുന്നുള്ളത് മികച്ചൊരു കാര്യമാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് റിയർ എസിന്റെ വെന്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫോണിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ സി ടൈപ്പിന്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ മുകളിൽ വരുമ്പോൾ ഇവിടെ ഒരു മാപ്പ് ലാമ്പും എല്ലാ സൈഡിലും ഹാൻഡിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത്രയാണ് റിയർ സൈഡിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഡോറിലേക്ക് വരുന്ന ടൈമിന് ഇവിടെ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ വെക്കാനുള്ള അല്ലെ ബോട്ടിൽ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. എങ്കിലും നല്ല ഫിനിഷിംഗിലാണ് ആ ഒരു ഭാഗമൊക്കെ കൊടുത്തിട്ടുള്ളത്. വിൻഡോ ഓപ്പണിങ്ങിന്റെ സ്വിച്ചസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് നമ്മളെ താറിന്റെ റോക്സ് MX3 എന്ന് പറയുന്ന വേരിയന്റിന്റെ ഫീച്ചേഴ്സ്. ഇവിടെ നമുക്ക് ഈ ഒരു ഡിഗ്രി അതായത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാഹനത്തിന്റെ ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പില്ലർ പോലെ വന്നപ്പോൾ ഒരു സ്റ്റൈല് കിട്ടിയില്ല. ഇത് ശരിക്കും താറ് അതായത് മഹീന്ദ്ര ഇതിനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 4x4 വാഹനങ്ങൾ നമുക്ക് 45 ഡിഗ്രി ചെരിവിൽ വാഹനം കൊണ്ടുപോകാൻ കഴിയും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു കൊടുത്തത്. ഇവിടെ നമുക്ക് താർ ഇങ്ങനെ കയറി പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇനിയിപ്പോ റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 28 ഡിഗ്രി വരെ ഉള്ള ചെരിവുകളൊക്കെ കയറി പോകാൻ സാധിക്കും. അങ്ങനെയൊക്കെ മഹീന്ദ്ര ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ ചെയ്യുന്ന ടൈമിന് കാണിച്ചു തരാം. ഇതിപ്പോ ഒരു മിഡ് വേരിയന്റ്, മിഡ് എന്നല്ല തൊട്ട് ഏറ്റവും ബേസിന്റെ തൊട്ട് മേലുള്ള MX3 എന്ന് പറയുന്ന വേരിയന്റിലെ ഫീച്ചേഴ്സും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് റിയർ ക്യാമറ അവൈലബിൾ ആണെന്ന് തെളിയുന്ന രീതിയിൽ ഞാൻ ഇത് റിവേഴ്സ് ഇടുകയാണ് വണ്ടി. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്യാമറ പോർഷൻസ് കാണാം. നല്ല ക്ലിയർ ഉള്ള ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു വലിയ വണ്ടിയാണ്. റിയർ ക്യാമറേന്റെ ആവശ്യങ്ങൾ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് റിയർ ക്യാമറ ഉണ്ടെങ്കിലേ വളക്കാൻ പറ്റൂ, എങ്കിൽ ചിലർക്ക് അത് വേണ്ടിവരില്ല. പക്ഷെ ഒരു പുതിയ വാഹനം ഓടിക്കുന്ന ടൈമിന് നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഒരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ ഈ ഒരു വാഹനം അതായത് MX3 എന്ന് പറഞ്ഞ വാഹനമാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. ഡീസൽ മാനുവൽ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്കിൽ പോലും വാഹനം വളരെ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ വളക്കുന്ന ടൈമിന് വളരെ സ്മൂത്ത് ആയിട്ട് വാഹനത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്ന ടൈമിനാണെങ്കിലും നല്ല ഫ്രണ്ടിൽ നല്ല ബോണറ്റ് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് അതായത് വാഹനത്തിന്റെ സീറ്റിൽ ഇരിക്കുന്ന ടൈമിന് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്മളെ ഗ്ലാസ് പോർഷൻസ് ഒക്കെ നല്ല വലിയ രീതിയിലായതുകൊണ്ട് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഓടിക്കുന്ന ടൈമിന് വണ്ടി വളരെ സ്മൂത്ത് ആണ്. കൂടുതൽ പേരും ഓട്ടോമാറ്റിക് വാഹനങ്ങളായിരിക്കും ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോ മാനുവൽ വാഹനമാണ്. വാഹനം എന്തായാലും എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. എങ്കിലാണ് നമുക്ക് വാഹനത്തിന് ഒരു മൊത്തത്തിൽ നമുക്ക് വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. MX3 എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇതിന്റെ ഡേ ടൈം റണ്ണിങ് ലാമ്പും ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു ലാമ്പാണ്. നമുക്ക് അത് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. കണ്ടില്ല, അതായത് ഡേ ടൈം റണ്ണിങ് ലാമ്പും ഇൻഡിക്കേറ്റർ അതാണ് വർക്ക് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ
കാണുന്നത്. എഞ്ചിനെ കുറിച്ച് നോക്കുമ്പോൾ MX3 എന്ന് പറയുന്ന വേരിയൻറ്റ് നമുക്ക് ഡീസലിൽ മാനുവലും ഓട്ടോമാറ്റിക്കലും റിയർ വീൽ ഡ്രൈവിലും, അതേപോലെ പെട്രോളിൽ വരുമ്പോൾ റിയർ വീൽ ഡ്രൈവിൽ ഓട്ടോമാറ്റിക്കലായിരിക്കും ലഭിക്കുക. ഡീസലിൻ്റെ കേസ് വരുമ്പോൾ 2.2 ലിറ്റർ MHOK CRD ഡീസൽ എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. അത് 150 ഹോഴ്സ് പവർ 3750 RPMലും 330 Nm ടോർക്ക് 1500 മുതൽ 3000 RPMലായിരിക്കും ലഭിക്കുക. ഇനിയിപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലേക്ക് വരുന്ന ടൈമിൽ 175 ഹോഴ്സ് പവർ 5000 RPMലും 350 Nm ടോർക്ക് 1750 മുതൽ 3000 RPMലാണ് ലഭിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മഹീന്ദ്രയുടെ എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് അയാളെ ബന്ധപ്പെടാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.